back to shini'skitchen. റെസിപ്പി വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് KFC ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് 4 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടെർമറിക് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 അവർ ഇത് വെക്കണം. അപ്പോഴാണ് ഇതൊന്ന് കറക്റ്റായിട്ടുള്ളൊരു ഫോമിലെത്തുക. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഫുള്ളായിട്ടൊന്ന് കവർ ആവുന്ന രീതിയിൽ ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഒരു മുട്ട ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഒരു പകുതി ലെമൺ, നമ്മൾ ഒരു 1/2 ലെമൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 അവർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനൊരു ഫ്രൈയിങ് പാനിലേക്ക് ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഓട്സിൽ കവർ ചെയ്തെടുക്കേണ്ട സ്റ്റെപ്പാണ്. നമ്മൾ ഓട്സിൽ കോട്ട് ചെയ്തെടുക്കേണ്ട സമയമായി. ഇപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ഓട്സിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഓട്സ് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാ പീസും ഓട്സിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ചിക്കനും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മളിടുമ്പം ഫുൾ തീയിൽ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്.
നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഇട്ടതിന് ശേഷം ഒരു സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് തിരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ KFC ചിക്കൻ എടുക്കാം. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന KFC ചിക്കൻ. സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ തീർച്ചയായും വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അകമെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സെയിം കടയിൽ നിന്ന് വാങ്ങുന്ന ഏകദേശം സെയിം തന്നെയാണ് ടേസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.